നമുക്ക് നേരെ പോകാം തൃശ്ശൂരിലേക്ക്. തൊട്ടടുത്ത തൃശ്ശൂര് പിന്നെ നടരാജ് പരശുറാം നമ്മോടൊപ്പം ചേരുകയാണ്. നടരാജ്, ഗുഡ് മോർണിംഗ്. പിന്നെ തൃശ്ശൂര് പല പല തെരഞ്ഞെടുപ്പുകൾ, പല പല പിന്നെ നാടകങ്ങൾ അല്ലേ? എന്തൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു രീതിയിൽ, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വേറൊരു രീതിയിൽ, ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു മറ്റൊരു രീതിയിൽ. ഇത്തവണ എന്തൊക്കെ അത്ഭുതങ്ങളാണ് തൃശ്ശൂര് ഈ പിന്നെ കുടമാറ്റത്തിന്റെ കുടകൾ പോലെ ഇങ്ങനെ കാത്തു വെച്ചിരിക്കുന്നത് അല്ലേ? രഹസ്യമായി വെച്ചിരിക്കുന്നത് എന്തൊക്കെ പുറത്തു വരാനുണ്ട്? ഗുഡ് മോർണിംഗ് പ്രമോദ്, ജിൽസി. ശരിയാണ്, തൃശ്ശൂരിൽ കുടമാറ്റം പോലെ തന്നെ ഇന്ന് തിടംപേറ്റുന്നത് ആരാണ് എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ഒടുവിൽ ഇന്ന് തിടംപേറ്റി കൊട്ടിക്കയറുന്ന മേളം ആരുടേതായിരിക്കും എന്നാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും വലിയ ആകാംക്ഷ ഇവിടുത്തെ സർക്കിളിൽ ഉണ്ട് എന്നുള്ള കാര്യം ശരിയാണ്. പല മണ്ഡലങ്ങളിലും വീറുട്ട പോരാട്ടം നടക്കുന്നു. പ്രത്യേകിച്ച് തൃശ്ശൂർ മണ്ഡലത്തിൽ തന്നെ നമുക്കറിയാം, ഏറ്റവും ആദ്യം വില്ലടം, വിയ്യൂർ തുടങ്ങിയ മേഖലകളാണ് സാധാരണ എണ്ണി തുടങ്ങുന്നത്. അവിടെ സാധാരണഗതിയിൽ LDFന് മേൽക്കൈയുള്ള മേഖലകളാണ്. കഴിഞ്ഞ തവണത്തെ ട്രെൻഡുകളൊക്കെ തന്നെയും അങ്ങനെ തന്നെയായിരുന്നു. ഇത്തവണ എണ്ണി തുടങ്ങുമ്പോൾ ഈ ട്രെൻഡിൽ മാറ്റമുണ്ടെങ്കിൽ അതൊരു വലിയ സൂചനയായി നമ്മൾ കണക്കാക്കേണ്ടി വരും എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട മറ്റു മണ്ഡലങ്ങളിലെയും സ്ഥിതി വ്യത്യസ്തമല്ല എന്ന് പറയേണ്ടി വരും. ഉദാഹരണത്തിന് നാട്ടിക എടുത്തു നോക്കുകയാണെങ്കിൽ തളിക്കുളം പോലെയുള്ള മേഖലകളാണ് ആദ്യം എണ്ണി തുടങ്ങുന്നത്. തളിക്കുളത്തൊക്കെ തന്നെ ഇടത്തിന് വോട്ടുകൾ കൂടേണ്ട സ്ഥലമാണ്. മറ്റ് സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഇടത് മേൽക്കൈ കഴിഞ്ഞ ഇലക്ഷനുകളിൽ പ്രകടമായ സ്ഥലങ്ങളിൽ ഇത്തവണ ട്രെൻഡിൽ വ്യത്യാസമുണ്ടെങ്കിൽ അതൊരു വലിയ സൂചനയാണെന്ന് പറയേണ്ടി വരും. എന്തായാലും ജില്ലയിൽ ഒരു സീറ്റ് മാത്രം കയ്യിലുള്ള UDF ഇത്തവണ 5 മുതൽ 6 സീറ്റ് വരെ പിടികൂടാൻ കഴിയുമെന്ന് വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. 10ഓളം സീറ്റ് നിലനിർത്തുമെന്ന കോൺഫിഡൻസിൽ LDF നിൽക്കുമ്പോൾ BJP 1ഓ 2ഓ സീറ്റ് നേടാൻ കഴിയുമെന്ന് പറയുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ പത്മജ വേണുഗോപാലിൻ്റെ വിധി എന്താകും എന്നുള്ളതിൽ ഏവർക്കും ആകാംക്ഷയുണ്ട്. കാരണം 1ഓ 2ഓ തവണ തോറ്റതിന് ശേഷവും വീണ്ടും മണ്ഡലത്തിൽ വരാനും മത്സരിക്കാനും അവർ കാണിക്കുന്ന ആ ഒരു താല്പര്യവും ധൈര്യവും, അതിനുള്ള സപ്പോർട്ട് ഇത്തവണ ജനങ്ങളിൽ നിന്ന് കിട്ടുമോ എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാട്ടികയിൽ MLA CC മുകുന്ദൻ CPIയിൽ നിന്നും ചാടി BJP ക്യാമ്പിൽ എത്തുമ്പോൾ അവിടുത്തെ ജനവിധി എന്താകും? പ്രത്യേകിച്ച് എതിർ സ്ഥാനാർത്ഥിയായ ഗീതാ ഗോപിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ കൂടി അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. ആ ആരോപണങ്ങളൊക്കെ തന്നെ ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിലെന്ത് സംഭവിക്കും? മണലൂരിൽ ടൈറ്റ് ഫൈറ്റ്. മണലൂരിൽ TM പ്രതാപനോ C രവീന്ദ്രനാഥോ അനീഷ് കുമാറോ എന്നറിയാത്ത സ്ഥിതി. കൊടുങ്ങല്ലൂരിൽ ജനീഷിനെ പോലൊരു യുവ നേതാവിനെ എന്ത് പറ്റും? ചാലക്കുടി UDF നിലനിർത്തുമോ? ഗുരുവായൂരിൽ എന്ത് സംഭവിക്കും? നടരാജ്, പിന്നെ തൃശ്ശൂരിലെ CPMലെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ് അദ്ദേഹം പറയുന്നത് മണലൂര് പിന്നെ രവീന്ദ്രനാഥ് ഉറപ്പായിട്ടും ജയിക്കും, TN പ്രതാപൻ തോൽക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു കൺവിക്ഷൻ കൂടി ആയിരിക്കാം അത്. പക്ഷെ അവിടെ നല്ല മത്സരം നടന്നു എന്നുള്ളതാണ്. അപ്പോൾ അതേസമയം നോക്കൂ നടരാജ്, BJP പ്രതീക്ഷ പുലർത്തുന്ന രണ്ടാമത്തെ മണ്ഡലം എന്താണ്? ഒന്ന് തൃശ്ശൂരാണെന്ന് നമുക്കറിയാം. ശരിയാണ്. മണലൂരിൽ C രവീന്ദ്രനാഥ് പ്രതീക്ഷ വയ്ക്കുന്നതിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ 2 ടേമിലും മുരളി പെരുന്നള്ളി CPMന്റെ നേതാവ് അവിടെ ജയിച്ചു കയറിയ മണ്ഡലമാണ് മികച്ച വോട്ടുകൾക്ക്. അതുകൊണ്ട് തന്നെ അതൊരു ഇടത് കോട്ടയായിട്ടും നിൽക്കുന്നുവെന്ന് ചിലരെങ്കിലും അവകാശപ്പെട്ടാൽ നമുക്കത് തെറ്റു പറയാൻ പറ്റില്ല. മുരളി പെരുന്നള്ളിക്ക് ഏതാണ്ട് 20,000-ലധികം ഭൂരിപക്ഷം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. ഇവിടെ മത്സരം കടുപ്പിച്ചത് TN പ്രതാപനെ പോലെ ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നന്നായി അറിയാവുന്ന കോൺഗ്രസ് നേതാവ് നേരത്തെ തന്നെ ആ മണ്ഡലത്തിൽ കണ്ണിട്ട് പ്രവർത്തനം തുടങ്ങിയെന്നതോടുകൂടിയാണ്. പ്രതാപൻ വന്നതോടുകൂടി സാധാരണ ഇടുന്ന സ്ഥാനാർത്ഥിയേക്കാൾ ഹെവി വെയിറ്റ് സ്ഥാനാർത്ഥിയെ ഇടാൻ ഇടതുപക്ഷവും തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇതൊരു രവീന്ദ്രനാഥ് വേഴ്സസ് പ്രതാപൻ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത്. BJP ആവട്ടെ അവരുടെ ബെസ്റ്റ് ഓർഗനൈസറായി കരുതുന്ന KK അനീഷ് കുമാറിനെ തന്നെ അവിടെ മത്സരിപ്പിക്കുന്നു. സംസ്ഥാന ഉപാധ്യക്ഷനാണ് KK അനീഷ് കുമാർ. നേരത്തെ AN രാധാകൃഷ്ണൻ മത്സരിച്ച മണ്ഡലം കൂടിയാണ്. രാധാകൃഷ്ണൻ മികച്ച രീതിയിൽ വോട്ട് പിടിച്ചിട്ടുണ്ട്. അനീഷിനെ കൂടി ഇറക്കി കാടടച്ച പ്രചരണം നടത്തുന്നതോടുകൂടി BJP വോട്ട് വർദ്ധിപ്പിക്കാനുള്ള സാധ്യത മണലൂരിലുണ്ട്. പക്ഷേ BJP കൂടുതൽ വോട്ട് പിടിക്കുന്നതോറും അത് LDFന്റെ ആണോ UDFന്റെ ആണോ വിജയസാധ്യതയെ ബാധിക്കും? രണ്ടാമത്തെ മണ്ഡലം ഏതാണ്? BJP പിന്നെ കാത്തിരിക്കുന്ന രണ്ടാമത്തെ മണ്ഡലം ഏതാണ്? തൃശ്ശൂർ കൂടാതെ അവർക്കൊരു പ്രതീക്ഷയുള്ളത് രണ്ടാമത്തെ മണ്ഡലം മണലൂരാണ്. ഓക്കെ. തൃശ്ശൂർ കൂടാതെ രണ്ടാമത്തെ മണ്ഡലം BJP കണ്ണുവയ്ക്കുന്നത് മണലൂരിലാണ്. മൂന്നാമത് അവർ നാട്ടികയിലും ഒരു പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട്. തൃശ്ശൂരും മണലൂരും നാട്ടികയിലും ഒക്കെ BJP പ്രതീക്ഷകളുണ്ട്. പക്ഷെ വലിയ ടൈറ്റ് കോമ്പറ്റീഷൻ നടന്ന മണ്ഡലങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് അവിടെ പ്രവചനങ്ങൾ ഇപ്പോൾ പറയുന്നില്ല. എന്തായാലും എനിക്ക് കുറച്ച് സമയമല്ലേ, നമ്മൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് പ്രവചനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അതിന്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു.